ജാസ്മിനും ഗബ്രിയും ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞതോടുകൂടി വലിയ ഉടക്കിലായിരുന്നു. അവർ സംസാരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. രാത്രി ഫുഡ് കഴിക്കുന്ന നേരത്തും ഗബ്രി ഫുഡ് കഴിക്കാതെ നടക്കായിരുന്നു. അവസാനം ഗാർഡൻ ഏരിയയിലേക്ക് ഫുഡ് എടുത്തു കൊണ്ടുവരുന്ന ജാസ്മിനെ നമ്മൾ കണ്ടു. ജാസ്മിൻ കൊണ്ടുവന്നിട്ട് ഫുഡ് കഴിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അവസാനം കഴിക്കാതായപ്പോൾ എൻ്റെ കൈ വേദനിച്ചിട്ട് വയ്യ, വിങ്ങിയിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സെന്റിമെന്റ്സ് ഒക്കെ ജാസ്മിൻ അവിടെ ഗബ്രിയുടെ അടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, നീ കഴിച്ചാലേ ഞാൻ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന ജാസ്മിനെ കണ്ടു. ആ സമയത്ത് ഗബ്രി അവിടെ പരാതി കിട്ട് അഴിച്ചിടുന്നുണ്ടായിരുന്നു. ഇന്ന് ടാസ്കിൽ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്യുദ്ധം നടത്തിയിരുന്നു. സംസാരിച്ച് തോൽപ്പിക്കുന്ന ഒരു ടാസ്ക് പോലെയും ബിഗ് ബോസ് അവിടെ കൊടുത്തിരുന്നു, അവിടെ ബോംബ് എറിയുന്നതിന് മുമ്പ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഭയങ്കരമായിട്ട് സംസാരിച്ചിരുന്നു. നീ കള്ളനാണെന്നും നുണ പറയുന്നവനാണെന്നും ഓർമ്മശക്തി ഇല്ലാത്തവനാണെന്നും നീ ആരുടെ അടുത്താണ് പറഞ്ഞു പറ്റിക്കാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ വായിൽ തോന്നി ഇതൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. അതൊക്കെ ഗബ്രിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എന്നാണ് ഗബ്രി പറയുന്നത്. ഇതൊക്കെയല്ലേ നീ പറഞ്ഞത്, ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നോട്ടെ, എനിക്ക് ആരോട് പരാതിയില്ല, പരിഭവമില്ല, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് വിശക്കുന്നില്ല, ഇതാണ് പറയുന്നത്. ഒരു പരാതിയില്ല, പരിഭവമില്ല എന്ന് പറയുകയും ചെയ്യുന്നു, എന്നിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് സെന്റി ആയിട്ട് ഇരിക്കുന്നു ജാസ്മിന്റെ മുന്നിൽ. അപ്പൊ ജാസ്മിനെയാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് സഹിക്കുന്നില്ല. ഗബ്രി മോനെ നീ കഴിക്കടാ പൊന്നെ ചക്കരയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവസാനം ഇവളുടെ വിഷമം കണ്ടിട്ട് ഇവള് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചപ്പാത്തി തിന്നോളാം എന്ന് പറഞ്ഞിട്ട് കഴിക്കാനിരിക്കുന്ന ഗബ്രിയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇവിടെ ഗബ്രി കഴിച്ചാലേ ജാസ്മിൻ കഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്ലേറ്റ് രണ്ടുപേരും നീക്കി വെക്കുന്നുണ്ടായിരുന്നു. അവസാനം നിവർത്തി കെട്ട് ഗബ്രി കഴിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഭയങ്കരമായിട്ട് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഗബ്രിനെ ആശ്വസിപ്പിക്കുന്ന ജാസ്മിനെ കണ്ട സമയത്ത് എൻ്റെ പൊന്നു ഒരു രക്ഷയില്ലാത്ത സീനുകളായിരുന്നു കേട്ടോ. നിങ്ങൾ ലൈവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെയാണ് അവിടെ സമാധാനിപ്പിച്ചിരുന്നത്. ഗബ്രി കിടക്കുമ്പോൾ വന്നിട്ട് ഗബ്രി കിടക്കലടാ കഴിക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു സീനുകളൊക്കെ ആയിരുന്നു. ഭയങ്കരമായിട്ട് നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നുന്ന സീനുകളൊക്കെ ആയിരുന്നു. എന്തായാലും പിണക്കം മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറിയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ പാതിരാത്രി എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്.